ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും? സുഖം തന്നെയല്ലേ? സുഖമാണെന്ന് വിചാരിക്കണേ. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ മുഴുവനായിട്ടും എല്ലാവരും കണ്ടുനോക്കുക. കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. മറക്കാതെ ചെയ്യണം കേട്ടോ. പതിവിലും നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 4:15 സമയമൊക്കെ ആയപ്പം എണീറ്റിട്ടുണ്ട്. പുറത്തിറങ്ങിയിട്ടില്ല. പുറത്തിറങ്ങാൻ ചെറിയൊരു പേടി. ബാങ്ക് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ബാങ്കൊക്കെ കൊടുത്തിട്ട് പുറത്തിറങ്ങാൻ വിചാരിച്ചങ്ങാണ്ട് നമുക്കൊക്കെ ഒന്ന് കഴുകിങ്ങാണ്ട് വേഗം അടുക്കളയ്ക്ക് വന്നതാണ്. നല്ല മഴ ഉണ്ട് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. എങ്ങോട്ടുമല്ല, കോഴിക്കോട്ടേക്കാണ് പോണത്. അപ്പം നമുക്ക് കുറച്ച് തുണികളും സാധനങ്ങളൊക്കെ എടുക്കണം. കോഴിക്കോട് ഹോൾസെയിൽ കടയിൽ നിന്നാണ് കേട്ടോ സാധനങ്ങളൊക്കെ എടുക്കൽ. ലേഡീസ് ഐറ്റംസ് മാത്രമേ കൊണ്ടുവരലുള്ളൂ. നൈറ്റി തുണി, പാവാട, ഇന്നർ വെയറുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട് തന്നെ തയ്ച്ചു കൊടുക്കലാണ്. അപ്പം നമ്മൾ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ എളുപ്പത്തിലൊരു കടയാണല്ലോ ഉണ്ടാക്കൽ. അപ്പം ഞാൻ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ചതക്കല്ല അരിഞ്ഞ് വെച്ചു. പിന്നെ എണ്ണ ചൂടായിട്ട് കടുക് പൊട്ടിച്ചിട്ട് അതൊക്കെ കയ്യിലിട്ട് മൂപ്പിച്ച് കുറച്ച് ഉപ്പിട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചായക്കുള്ള വെള്ളം ഇപ്പുറത്ത് അടുപ്പത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചായപ്പൊടിയൊക്കെ ഇട്ടുങ്ങാണ്ട് അതവിടെ മൂടി വെക്കാം. ഞാൻ ഒറ്റക്കല്ല കേട്ടോ പോണത്. എൻ്റെ ഉമ്മയുണ്ട് കൂടെ. ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് പോവലാണ് കോഴിക്കോട്ടേക്ക്. ഇന്നിപ്പോൾ ഫീ ഉണ്ട് കേട്ടോ കൂടെ. അപ്പോൾ ഞാൻ എപ്പോൾ പോവുകയാണെങ്കിലും ഞാനും പോരട്ടെ പറഞ്ഞാൽ എന്നും എന്നോട് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും ഒരു ദിവസം തന്നെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്, മദ്രസും സ്കൂളില്ലാത്ത അന്നൊക്കെ അന്ന് ഒരു ദിവസം ഞാൻ കൊണ്ടുപോകുന്നുണ്ട് പറഞ്ഞു. അപ്പം അങ്ങനെ ഓളും ഉണ്ട്. അപ്പം പോണ ഉഷാറുണ്ടോ വരുമ്പോൾ എന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ പോവൽ. മുണ്ടേരിയിൽ നിന്ന് ചുങ്കത്തററ്റം സ്കൂട്ടിമ്മ പോകും. അവിടുന്ന് പിന്നെ കോഴിക്കോട് ബസ്സിന് അങ്ങനെ കയറലാണ്. ഇനിയിപ്പോൾ എന്തായാലും പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. അപ്പം തുണികൾ കൊണ്ടുവന്ന് വെച്ചാൽ എന്തായാലും ചിലവാകും. അപ്പം നമ്മൾ എപ്പോഴും ഒരു കൈത്തൊഴിൽ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ആവശ്യത്തിന് വേറൊരാളെ മുന്നിൽ കൈ നീട്ടണ്ടല്ലോ. അപ്പം മാപ്പിളാർ തരൂല എന്നല്ല, തരും. നമ്മളേതായിട്ടുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾ, അതേമാതിരി നമ്മളെ മക്കൾ എന്തെങ്കിലും ചോദിച്ചാൽ അത് വാങ്ങിക്കൊടുക്കാൻ, അങ്ങനത്തെ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ചെറിയൊരു വരുമാന മാർഗം ഉണ്ടാകുന്നത് നല്ലതാണ് കേട്ടോ. വലുതായിട്ടൊന്നുമില്ലെങ്കിലും അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണത് നമ്മൾ ചെയ്യുക. അത് വേറൊരാളെ ബുദ്ധിമുട്ടിച്ച് കൊണ്ടാകരുത്. അപ്പോൾ അതാ നമ്മളെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുളിക്കണം, നിസ്കരിക്കണം, ഫിയനെ വിളിച്ചുണർത്തിങ്ങാണ്ട് ഓളി മാറ്റിപ്പിക്കണം. അപ്പോൾ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല മഴയാണ് കേട്ടോ. എങ്ങനെ ഇപ്പോൾ പോകാമെന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ്. സ്കൂട്ടിമേലും അല്ലേ പോണത്. ഇനിയിപ്പോൾ ബസ്സിന് പോകേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഏതായാലും പോകാനായപ്പോത്തിന് തന്നെ ഒരുവിധം മഴ ചോർന്നിട്ടുണ്ട്. ചെറിയൊരു ചാറ്റലുള്ളൂ ഇനി. അപ്പോൾ ഞങ്ങൾ കോട്ടൊക്കെ ഇട്ടുങ്ങാണ്ട് അങ്ങനെ പോയി. മുണ്ടേരിയിൽ നിന്ന് ചുങ്കത്തറത്തോളം ചെറിയൊരു ചാറ്റലുള്ള ഇനി കേട്ടോ. ചുങ്കത്തറ എത്തിയപ്പോൾ പെരും മഴ ഇനി. പിന്നെ നമ്മൾ വീട്ടിലെത്തി അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചങ്ങാണ്ടാണ് കേട്ടോ സ്റ്റാൻഡിലേക്ക് പോയത്. അപ്പം ഒരു 10 മിനിറ്റ് നേരം നിന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് കോഴിക്കോട് ബസ് കിട്ടി. നേരെ സ്റ്റാൻഡിൻ്റെ അവിടെ ചെന്നിറങ്ങാം. അങ്ങനെ 2.5 മണിക്കൂർ നേരം വണ്ടിയിലിരുന്ന് ഇതാ കോഴിക്കോട് സ്റ്റാൻഡ് എത്തിക്കണ്. 3 നല്ലൊരു ഉറക്കമിറങ്ങിയിരിക്കണം കേട്ടോ വണ്ടിയിലിരുന്ന് കണ്ട്. രാവിലെ 4-4:15 ആയപ്പോൾ എണീറ്റതല്ലേ. അപ്പോൾ നല്ല ഉറക്കക്ഷീണുണ്ടേനെ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്ന് വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങി. ഇനിയിപ്പം ഫുഡ് കഴിക്കണം. അപ്പോൾ രാവിലെ ഞാൻ ചായയും കടിയും ഒക്കെ ഉണ്ടാക്കിക്കാണ്ടാണ് പോകുന്നത്. പക്ഷേ എന്നാലും ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നുമല്ലോ. വെറും ഒരു കട്ടൻ ചായ കുടിച്ചുകൊണ്ട് അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഫുഡ് കഴിക്കണം ഇനി.
ചവിട്ടി കയറിക്കോ. എനിക്കത് ഭയങ്കര ആഗ്രഹം കയറണമെന്ന്. കയറിക്കോ. ശരി ചവിട്ടിക്കോ. എടുക്കോ ചവിട്ടുന്നത്. അപ്പോൾ ഇവള് കാര്യമായിട്ട് പോരണമെന്ന് പറഞ്ഞത് ഈ സംഭവത്തുമ്പോൾ കയറാനാണ് കേട്ടോ. ഈ ലിഫ്റ്റുമേ എന്തോ ആണെന്ന് അപ്പം ഇവളെ വിചാരം. സംഭവം ശരി തന്നെയാണ്, സുഖമാണ് നിമ്മ പോകാൻ. നമുക്ക് സ്റ്റെപ്പ് കയറേണ്ട ആവശ്യമല്ല. അപ്പോൾ ഇതാ നമ്മൾ കടൻ്റെ അവിടെ, കടൻ്റെ മുന്നിലെത്താനായിരിക്കും കേട്ടോ. അപ്പോൾ ഇതായി കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ അവിടെ ഇപ്പോൾ ഒരു തീപിടുത്തം ഉണ്ടായിട്ടില്ലേനോ, അതാണത്. ഒരുപാട് തുണികൾ കത്തിപ്പോയി. വലിയൊരു ഹോൾസെയിൽ കടയായിരുന്നു അത്. ഒരുപാട് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് തോന്നുന്നു. കണ്ടപ്പോൾ ഒരു ഇടങ്ങേറ്. തുണികളൊക്കെ ഇങ്ങനെ കത്തിക്കരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടൻ്റെ താഴെ തന്നെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഞാനും ഉമ്മയും കൂടിയും മസാല ദോശയാണ് കേട്ടോ കഴിച്ചത്. ഫിയ പൊറോട്ടയും ചിക്കൻ കറിയാണ് കഴിച്ചത്. ഞങ്ങൾ അധികവും പൊതുവേ വരുമ്പോൾ പൊറോട്ടയാണ് കഴിക്കുക. അപ്പം അന്നൊന്ന് മാറ്റി പിടിച്ചു. ഒരു 10:30 മണിയൊക്കെ ആകുമ്പം കോഴിക്കോട് എത്തിയാൽ പിന്നെ തിരിച്ച് 3 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ പോവൽ. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ അവിടുന്ന് വഴിക്കടവ് ബസ് കിട്ടും. പിന്നെ അവിടുന്ന് ചുങ്കത്ര ഇറങ്ങിയാണ്ട് അങ്ങനെ പോകലാണ്. ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ജസ്റ്റ് ആ കടൻ്റെ ഉള്ളൊന്ന് കാണിച്ചു തരാം. കാരണം നല്ല തിരക്കിനി. ഇപ്പോൾ പെരുന്നാളും അല്ലേ, ഒരുപാട് ആൾക്കാർ തുണികൾ എടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കലും അതേപോലെ തുണികളും ഒക്കെ എടുത്ത് സെലക്ട് ചെയ്യുകയൊക്കെ വേണ്ടേ. അപ്പോൾ വീഡിയോ എടുക്കലൊന്നും നടന്നിട്ടില്ല. പിന്നെ നല്ല മഴയേനി. പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് നല്ല മഴയുണ്ടേനി കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഉച്ചയൊക്കെ ആകുമ്പോൾ 1 മണി ഒക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും കയറി സാധനങ്ങളൊക്കെ ശരിയാക്കി. പിന്നെ അവരെന്നെ കേട്ടോ നമുക്ക് സ്റ്റാൻഡിലേക്ക് എത്തിച്ചു തന്നത്. പറഞ്ഞാലും ഒരു തന്നെ കൊണ്ടുവന്ന് തരും. നമുക്ക് ഏറ്റാൻ കഴിയാത്ത അത്ര തുണികളുണ്ടെങ്കിലും പോലെ തന്നെ സ്റ്റാൻഡിലേക്ക് എത്തിച്ചു തരും. പിന്നെ അവിടെ നിന്ന് നമ്മൾ ബസ്സിൽ ആക്കണം. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഫിയ ഞങ്ങൾ കൂടെ പോരൂല എന്ന് പറഞ്ഞിരിക്കണം. ബസ്സിനാണെങ്കിൽ ഞാൻ നിങ്ങളൊക്കെ കൂടെ പോരൂല, വേറെ വല്ല വണ്ടിക്കൊക്കെ ആണെങ്കിൽ വരുന്നത്. കാരണം മുപ്പത്തേര് പെരിയിലെത്തിയപ്പോൾ ഇതിന് ആകെ ക്ഷീണിച്ച് ഒരു പരുവായിട്ടുണ്ട്. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. മറക്കാതെ ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.